അനുഗ്രഹീതമായ സമയം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക എന്ന മഹത്തായ സന്ദേശത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വചനധ്യാനം നമ്മൾ വീണ്ടും ഇന്ന് രാത്രി ഇവിടെ തുടരുകയാണ്. നാം ഒരു യുഗത്തിന്റെ അന്ത്യത്തിലേക്ക്, കാലത്തിന്റെ കടശി ദിനങ്ങളിലേക്ക്, ചരിത്രത്തിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് ഓടിയെടുക്കുന്ന ലക്ഷണങ്ങളാണ് ലോക സംഭവങ്ങളുടെ മുൻപിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയാർജിച്ച പഠനമാണ് ദാനിയേൽ പ്രവചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം തിരുവെഴുത്തുകളിൽ നിന്ന് നടത്തുവാൻ തുടങ്ങുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് വ്യക്തിപരമായി ഇടപെടട്ടെ എന്ന് ഞാൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 2 പ്രവചന ഗ്രന്ഥങ്ങളാണ്. തുല്യം വയ്ക്കുവാനില്ലാത്ത വിധത്തിലുള്ള 2 വിശിഷ്ട പ്രവചന ഗ്രന്ഥങ്ങളാണ് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും. പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ 2 പുസ്തകങ്ങളിലും മറനീക്കി സാത്താന്യ ശക്തികളുടെ പ്രവർത്തനങ്ങളും അവയുടെ അവസാനവും ഒക്കെ ചിത്രീകരിക്കപ്പെടുന്നത് കൊണ്ട് പൈശാചിക ശക്തികളുടെ പദ്ധതികളും അവറ്റകളുടെ നീക്കങ്ങളും അവയുടെ ചരിത്രത്തിലെ ഇടപെടലുകളും ദൈവത്തിന്റെ നീതി ആത്യന്തികമായി ലോകചരിത്രത്തിൽ വെളിപ്പെട്ടിട്ടുള്ളതും ഒക്കെ വ്യക്തമാക്കുന്നതിനാൽ അവന്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ വിശ്വാസികൾ തയ്യാറായി കഴിഞ്ഞാൽ അവന്റെ പിടിയിൽ നിന്ന്, സാത്താന്യ ബന്ധനത്തിൽ നിന്ന് ജനം വിടുവിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് ഒരു വിധത്തിലും ഈ വിഷയം പഠിക്കുവാൻ അനുവദിക്കാത്ത വിധത്തിൽ പൈശാചിക ശക്തികൾ അതിനെതിരെ പടയൊരുക്കങ്ങൾ നടത്തുകയാണ്. ഈ വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും കേവലം കെട്ടുകഥയാണെന്നും സാൻമാർഗീയ പാഠങ്ങൾ പഠിക്കുവാനുള്ള ആത്മീയ സത്യങ്ങളുടെ തത്വങ്ങൾ മാത്രമാണ് അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതെന്നും സാധാരണ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചരിത്രപരമായി ഇതിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ ആത്മീയ സമൂഹം, പ്രത്യേകിച്ച് വേദശാസ്ത്രികളും പണ്ഡിതന്മാരും എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ. ഇതിന് നടുവിൽ സാത്താൻ ഏറ്റവും വെറുക്കുന്നതും ദൈവം തന്റെ ഭാവി പദ്ധതികൾ നമ്മുടെ കൺമുൻപിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുമായ ഈ ദാനിയേൽ പ്രവചനത്തിന്റെ പഠനത്തിലേക്ക് നാം തുടർന്ന് പ്രവേശിക്കുകയാണ്. തികച്ചും പ്രാർത്ഥനയോടെ, വളരെ ഏകാഗ്രതയോടെ നമുക്ക് ധ്യാനപൂർവം ഒരു പഠന മനോഭാവത്തോടുകൂടെ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം പ്രിയപ്പെട്ടവർക്ക് കൃപ പകരട്ടെ. വളരെ പ്രാർത്ഥനാപൂർവം വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ദാനിയേൽ പ്രവചനത്തിലേക്ക് വേദപുസ്തകം തുറന്ന് നമ്മുടെ കണ്ണുകൾ നട്ട് നമ്മുടെ ചിന്തകൾ ഏകീകരിക്കാം. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിച്ചുകൊണ്ട്, ദാനിയേൽ പ്രവചനം യുഗാന്ത്യ സംഭവങ്ങളുടെ മുന്നറിയിപ്പാണോ എന്ന ചിന്ത ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്. കാലിക പ്രസക്തിയുള്ള നിരവധി പ്രാവചനിക വിഷയങ്ങൾ ഇതിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയൊക്കെയും സന്ദർഭവശാൽ തുടർന്ന് നാം ധ്യാനിക്കുവാൻ തുടങ്ങുകയാണ്. തുടർച്ചയായി ഈ വചന ധ്യാന പരമ്പരയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉൾക്കണ്ണുകൾ നിത്യതയ്ക്കായി തുറക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ പ്രവചനം തുറക്കാം. അതിന്റെ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ സിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാരഗ്രഹത്തിൽ വെച്ചു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ദാനിയേൽ പ്രവചനത്തെക്കുറിച്ച് പൊതുവെ നാം ആ വേദഭാഗത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒന്ന് ഗ്രഹിച്ചിരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിലെ മുൻപേ ഓർപ്പിച്ചതുപോലെ പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. കേവലം 12 അധ്യായങ്ങളാണ് ഈ ദാനിയേൽ പ്രവചനത്തിനുള്ളത്. 12 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് തികച്ചും പ്രാവചനിക കാഴ്ചപ്പാടുകളാണ്. 12 അധ്യായങ്ങളിൽ 9 അധ്യായങ്ങൾ മുഴുവൻ വെളിപ്പാടുകളുടെ ശൈലിയാണ്. പഴയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തലത്തിലേക്കാണ് ദാനിയേൽ പ്രവചനം എത്തപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ,
ദാനിയേൽ പ്രവചനത്തിന്റെ പൊതുവെയുള്ള ചിന്തകൾ ഗ്രഹിക്കുമ്പോൾ ഏതാണ്ട് 138 പ്രവചനങ്ങൾ ദാനിയേൽ പ്രവചനത്തിൽ പ്രവചിച്ച പശ്ചാത്തലത്തിൽ നിറയപ്പെട്ടു നിൽക്കുകയാണ്. 138 പ്രവചനങ്ങൾ ലോക രാഷ്ട്രീയ നാടകവേദിയിൽ ഉദിച്ചുയർന്ന് അസ്തമിച്ചു പോകേണ്ട ലോക സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമനങ്ങൾ ഉൾപ്പെടെ സംഭവം നടക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് പുറകിൽ പരിശുദ്ധാത്മ നിവേശിതനായി ദൈവത്തിന് ദാസൻ ദാനിയേൽ പ്രവചിക്കുന്ന ഇത്രയും പ്രവചനങ്ങളിൽ 78 പ്രവചനങ്ങൾ വള്ളി പുള്ളി വിസർഗം മാറാതെ ചരിത്രത്തിൽ കൃത്യനിവർത്തി കണ്ടെത്തി. ഏതാണ്ട് 60ഓളം പ്രവചനങ്ങൾ നാളുകളിൽ നടക്കേണ്ടതിന് ലോക സംഭവങ്ങളുടെ മുൻപിൽ കാത്തുകിടക്കുകയാണ്. കാലിക പ്രസക്തിയുള്ള ഏറ്റവും ഗൗരവമേറിയ ഈ 60 പ്രവചനങ്ങൾ അക്കമിട്ടൊന്ന് ചിന്തിച്ചാൽ തന്നെ ഒരാത്മീയൻ അതിനു മുൻപിൽ അത്ഭുത പരതന്ത്രനാകും. അത്രമാത്രം പ്രസക്തിയാർജിച്ച പ്രവചന ഗ്രന്ഥമാണ് നാം ഈ വായിക്കുന്ന, ഈ പഠിക്കുന്ന ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചനത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുമ്പോൾ ഇതിന് ചരിത്രപരമായ സ്ഥാനമുണ്ടോ എന്ന് പെട്ടെന്ന് ചോദിക്കുന്ന ആളുകളുടെ മുൻപിൽ ഞാൻ ഒരു വസ്തുത ഒന്ന് തൊട്ട് മുൻപോട്ട് പോകുവാനായി താല്പര്യപ്പെടുകയാണ്. ലോക ചരിത്രത്തിൽ ദൈവം ഇടപെട്ടിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ദിഗ്വിജയിയായ അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം തന്റെ പടയോട്ട കാലഘട്ടത്തിൽ പലസ്തീൻ നാടിനെ ആക്രമിച്ച് കീഴടക്കുവാൻ തക്കവണ്ണം ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അതിനുണ്ടായ പശ്ചാത്തലം ഇതാണ്: ഈജിപ്തിലേക്ക് താൻ പടയോട്ട പ്രകാരം കടന്നു പോവുകയാണ്. ഈ വിഷയം വിശകലനം ചെയ്തിരിക്കുന്നത് ഒരു ക്രിസ്തീയ എഴുത്തുകാരനല്ല. ഞാൻ വായിച്ചപ്പോൾ ഒരു ഹിന്ദു സ്നേഹിതൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചരിത്രാവലോകനത്തിൽ ജി കുഞ്ഞികൃഷ്ണൻ നായർ എന്നറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ, അത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പടയോട്ട കാലത്ത് ഇസ്രയേലിനെ ആക്രമിക്കുവാൻ, യെരുശലേമിനെ ആക്രമിക്കുവാൻ തയ്യാറായ രംഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധിച്ച് ഗ്രഹിച്ചാൽ ചരിത്രത്തിൽ ഇതത്ര കൃത്യമായി നിറവേറിയിട്ടുണ്ട് എന്ന് കണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. അദ്ദേഹം ചരിത്ര പ്രസിദ്ധമായ മെഗിദ്ദോ താഴ്വരയിൽ സൈന്യ സമേതനായി തമ്പടിച്ചിരിക്കുന്നു. അടുത്ത ദിവസം ഈജിപ്തിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് പലസ്തീനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് കടന്നു പോകത്തക്ക വിധത്തിലാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയം അന്ന് രാത്രിയിൽ യെരുശലേം ദൈവാലയത്തിന് ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതനായ യാദ്വ മഹാപുരോഹിതന് ഒരു ദർശനമുണ്ടായി. 2 കണ്ണുകൾക്ക് നടുവിൽ ഒറ്റക്കൊമ്പനായ ഒരു കോലാട്ടുകൊറ്റൻ മേദ്യപാർസ്യ സൈന്യത്തെ തകർത്തുകൊണ്ട് ചരിത്രത്തിൽ രംഗത്ത് വരും എന്ന് എഴുതി വച്ചിരിക്കുന്ന വിശുദ്ധ ബൈബിളിലെ ദാനിയേൽ പ്രവചനത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി നിന്റെ മൂക്കിന്റെ കീഴിൽ എത്തിക്കഴിഞ്ഞു. നാളെ രാവിലെ സമയം പുരോഹിത സംഘത്തെ ക്രമീകരിച്ച് വെള്ളിച്ചെണ്ടകളടിച്ച് പാട്ടുപാടിക്കൊണ്ട് നേരെ അവന്റെ താവളത്തിലേക്ക് എത്തുകയും അവന്റെ ഭാവി എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം നമ്മുടെ അടുക്കൽ ഉണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്തിയാൽ അവൻ ഈ മണ്ണ് ആക്രമിക്കാതെ പിന്മാറും എന്ന ഒരു വെളിപ്പാടുണ്ടായതിന്റെ വെളിച്ചത്തിൽ അന്ന് രാത്രിയിൽ തന്നെ യാദവ മഹാപുരോഹിതൻ എഴുന്നേറ്റ് തന്റെ സഹപുരോഹിതന്മാരെ സജ്ജമാക്കി ദേവാലയ കുന്നിൽ നിന്ന് തൊട്ടു താഴെ കൂടെ ഒഴുകുന്ന കിദ്രോൻ തോട് കുറുകെ മുറിച്ച് തൊട്ടു താഴെയുള്ള ചരിത്ര പ്രസിദ്ധമായ മെഗിദ്ദോ താഴ്വരയിലേക്ക് ഈ സൈന്യം തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ദൂരവേ വെച്ച് നോക്കിയപ്പോൾ ഒരു സൈന്യം വരുന്നത് പോലെയാണ് അലക്സാണ്ടറിന് തോന്നിയത്. അലക്സാണ്ടർ തന്റെ ശ്രദ്ധേയമായ കുതിരപ്പുറത്ത് യുദ്ധത്തിന് സജ്ജമായി കയറിയിരിക്കുന്നു എന്നാണ് ചരിത്രരേഖ. ഈ പ്രത്യേക സമയം ഈ സംഘം വന്ന് അലക്സാണ്ടറിന്റെ മുൻപിൽ നിലകൊണ്ട സമയത്ത് അലക്സാണ്ടറിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ മഹാപുരോഹിതനെ കണ്ടുകൊണ്ട് അലക്സാണ്ടർ കുതിരപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി മുട്ടുകുത്തി ഇദ്ദേഹത്തെ നമസ്കരിച്ചു. ആ സമയം അലക്സാണ്ടറിന്റെ സഹപടയാളികൾ ചോദിച്ചു, അങ്ങെന്തായി ചെയ്തത്? ഈ മനുഷ്യനെ എന്തിനാണ് അങ്ങ് നമസ്കരിച്ചത്? അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനെയല്ല നമസ്കരിച്ചത്. ഇയാളുടെ നെറ്റിത്തടത്തിലെ സ്വർണ്ണ ലലാടത്തിൽ എഴുതിയിരിക്കുന്ന യഹോവയ്ക്ക് വിശുദ്ധം എന്ന മേലെഴുത്തിന്റെ പുറകിൽ ഒരു ദേവനുണ്ട്, ആ ദേവനെയാണ് ഞാൻ നമസ്കരിച്ചതെന്ന് പറയുവാനായിട്ടിടയായി. അലക്സാണ്ടർ ചക്രവർത്തിയോട് യാദവ പറഞ്ഞു, അങ്ങ് ജനിക്കുന്നതിന് മുൻപ് അങ്ങയുടെ അപ്പനും അങ്ങയുടെ വല്യപ്പനും അങ്ങയുടെ അപ്പൂപ്പനും ഉണ്ടാകുന്നതിന് മുൻപ് അങ്ങയുടെ ഭാവി എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തിന്? എന്റെ ഭാവി എന്റെ വല്യപ്പൻ ഉണ്ടാകും മുൻപ് എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം
വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് കാണാതെ ഞാൻ അടങ്ങിയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അലക്സാണ്ടർ എത്രയധികം അദ്ദേഹം തന്റെ സൈന്യത്തോടൊപ്പം നേരെ യെരുശലേം ദൈവാലയത്തിന്റെ എൻട്രൻസിലെത്തി. ആ ദേവാലയത്തിന്റെ പ്രാകാരത്തിലുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചിരുത്തിയതിനു ശേഷം അകത്തോട്ട് ചെന്ന് ദാനിയേൽ പ്രവാചകന്റെ ചുരുൾ എടുത്തുകൊണ്ടുവന്ന് അലക്സാണ്ടർ ചക്രവർത്തിയെ യാദുവ മഹാപുരോഹിതൻ വായിച്ചു കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് വായിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം പടിഞ്ഞാറ് നിന്ന് സർവഭൂതലത്തിലും കൂടെ ഗ്രീസിൽ നിന്ന് ഒരു ഏകാധിപതി ചരിത്രത്തിൽ രംഗത്ത് വരുമെന്നും 2 കൊമ്പുള്ള കോലാട്ടുകൊറ്റനായ മേദ്യപാർസ്യ സൈന്യത്തിന്റെ ഒടുവിലത്തെ ഭരണാധികാരിയെ ഇയാൾ ചവിട്ടി തകർത്ത് വിജയം ആഘോഷിക്കുമെന്നും എഴുതി വെച്ച ഭാഗം അങ്ങോട്ട് വായിച്ചു കേട്ടപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി ദൈവാലയത്തെ നോക്കി വീണ്ടും നമസ്കരിച്ചു എന്ന് പറയുന്നു. കാരണം ഒരാഴ്ച മുൻപ് സിറിയയിലെ അർബല്ലയിൽ വെച്ച് നടന്ന ഗാനിക്കസ് നദീതീരത്തിലെ യുദ്ധത്തിൽ മേദ്യപാർസ്യ സൈന്യത്തിന്റെ ഒടുവിലത്തെ കണ്ണിയായ ദാരിയൂസിനെ കുതിരപ്പുറത്തുനിന്ന് നിലത്ത് തള്ളിയിട്ട് നെഞ്ചിൽ ചവിട്ടി വിജയമാഘോഷിച്ച അലക്സാണ്ടർ പറയുന്നു, ഈ പുസ്തകം സാധാരണ പുസ്തകമല്ല, ഇതിന്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല, എന്റെ ഇന്നലത്തെ പടയോട്ട വിജയം എഴുതി വച്ചിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ പുറകിൽ ചലിക്കുന്നത് ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദേവനാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ലോക ചരിത്രത്തിന്റെ ഭാവിയെ ഇത്ര കൃത്യമായി വരച്ചു കാട്ടിയിരിക്കുന്ന ഈ വിശിഷ്ട ഗ്രന്ഥം പഠിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് നമ്മുടെ ജീവിതത്തിന്റെ ധന്യതയാണെന്നോർത്ത് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. പ്രവചനങ്ങളും അതിന്റെ നിവർത്തികളും അതിന് തൊട്ടു പുറകെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഓർപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ ഓർക്കണം, ലോക ചരിത്രത്തിൽ ദാനിയേൽ പ്രവാചകൻ എത്തി നിന്ന ആ പ്രത്യേക സാഹചര്യം. ഒരല്പം വസ്തുത നിങ്ങൾ ഗ്രഹിക്കേണ്ടതിന് നാം ആ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ ക്ഷണിക്കുകയാണ്. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്നു. ഇവിടെ ചരിത്രപരമായി ഒരു വിശകലനം ആവശ്യമുണ്ട്. ലോക ചരിത്രത്തിൽ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അനുഗ്രഹീതനും ഉണർവിന് നേതൃത്വം നൽകിയവനുമായ ഭരണാധികാരിയായിരുന്നു യോശിയാവ്. 31 വർഷമാണ് യോശിയാവ് യഹൂദയെ ഭരിച്ചത്. യോശിയാവിന്റെ വാഴ്ചയുടെ 15-ാം ആണ്ടിലാണ് ദാനിയേൽ പ്രവാചകൻ ചരിത്രത്തിൽ ജനിക്കുന്നത്. 31 വർഷത്തിന്റെ ഭരണം കഴിഞ്ഞ് യോശിയാവിന്റെ മരണം സംഭവിക്കുമ്പോൾ ദാനിയേലിന് 16 വയസ്സ് പ്രായമുണ്ട്. അതേ തുടർന്ന് യോശിയാവിന്റെ മകൻ യഹോവാഹാസ് 3 മാസത്തേക്ക് ഭരണമേറ്റെടുത്തു. അതേ തുടർന്ന് യഹൂദ രാജാവ് യഹോയാക്കീം ഭരണം 3 വർഷത്തേക്ക് ഏറ്റെടുത്തു. അപ്പോൾ 16 വയസ്സ് അധികം 3 മാസം അധികം 3 വർഷം സമം 19 വയസ്സിന്റെയും 3 മാസത്തിന്റെയും അതെ ആ രക്തത്തുടിപ്പിന്റെയും തിളപ്പിന്റെയും സമയത്താണ് ബാബിലോണിൽ കുഴയാത്ത വിശുദ്ധനായ ദാനിയേൽ എത്തുന്നത്. ആ ദൈവവൃത്യൻ തുടർന്ന് പ്രവചനാലോചനകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. 12 അധ്യായങ്ങളെ ഈ പുസ്തകത്തിലുള്ളെങ്കിലും 9 അധ്യായം നിറച്ച് പ്രവചന ദർശന പരമ്പരകളാണ്. ഈ പ്രവചനാലോചനകൾ പഠിക്കുമ്പോൾ ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ഇതിനകത്തെ ഓരോ അധ്യായങ്ങളിലും അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം? നിങ്ങൾ നോട്ട് ചെയ്യുക. ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ ന്യായാധിപതി എന്നാണ്. ചരിത്രത്തിൽ ദൈവത്തിന്റെ ന്യായവിധികൾ ഈ അധ്യായങ്ങൾ ഓരോന്നും വ്യക്തമാക്കുകയാണ്. ഞാനൊന്ന് ഓടിച്ചു പറയാം, നിങ്ങൾക്കത് മനസ്സിലാക്കത്തക്ക വിധം. 1-ാമത്തെ അധ്യായത്തിൽ ഇസ്രയേലിന്റെ പാപത്തിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി ചരിത്രപരമായി നടക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന സത്യം നിങ്ങൾ ഗ്രഹിക്കണം. ഇസ്രയേലിന്റെ മധുരഗായകനായ ദാവീദ് ബേത്ശേബയോടൊപ്പം ചെയ്ത പാപത്തിന്മേൽ ദൈവത്തിന്റെ ശിക്ഷാക്രമം ഉയർന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാതെ അബ്രഹാം ഇടയിൽ കാട്ടിക്കൂട്ടിയ തെറ്റിന് മുൻപിൽ അവന്റെ തലമുറ ഇന്നും അതിന്റെ പ്രത്യാഘാതം അതിനെ അനുഭവിക്കുന്നത് ചരിത്രത്തിൽ യാഥാർത്ഥ്യമാണെങ്കിൽ, യെരുശലേം ദൈവാലയം ദൈവവ്യവസ്ഥ വിട്ട് പിന്മാറിയ ആ ജനതയ്ക്ക് നടുവിൽ ന്യായവിധിയുടെ തീ കത്തിയിറങ്ങി അവിടെ തല്ലിത്തകർന്ന് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോയത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, എന്റെ ദൈവത്തിന് മുഖപക്ഷമില്ല. ഇസ്രയേലിന്റെ മധുരഗായകനായ ദാവീദേ നീ ആയാലും, ദൈവത്തിന്റെ ഷെക്കൈന നിറഞ്ഞു വസിച്ച യെരുശലേം ദൈവാലയമേ അവിടുന്നായാലും, ഇസ്രയേലിന്റെ മധുരഗായകനായാലും,
ജ്ഞാനിയായ ശലോമോനായാലും അവന്റെ പക്കൽ മുഖപക്ഷമില്ല. അവന്റെ വിധി നീതിയുള്ള വിധിയാണ്. ദൈവത്തിന്റെ നീതിയുള്ള വിധി കത്തുന്ന വിളക്കാണ്. അതിനെ കെടുത്താൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. 1-ാം അധ്യായത്തിൽ യഹൂദ ജനതയുടെ പാപത്തിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാബിലോൺ ആധിപത്യത്തിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ദുരാസമഭൂമിയിൽ നിർത്തിയ സ്വർണ്ണ ബിംബത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ കരം തീച്ചൂളയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു. ഞാനൊരു ദൂതിനിടയ്ക്ക് പറയട്ടെ, ദൈവം തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് മനുഷ്യന്റെ പിൻബലം ആവശ്യമില്ല. ഒരു വടിയുടെ മുൻപിൽ ദൈവത്തിന്റെ കരം ചെങ്കടൽ പിളർക്കാൻ ഉയർന്നിട്ടുണ്ട്. ഒരു പെട്ടകത്തിന് മുൻപിൽ ദൈവത്തിന്റെ കരം യോർദാൻ മുറിക്കാൻ ഉയർന്നിട്ടുണ്ട്. ഒന്ന് കരം ഉയർത്തി കൽപ്പിച്ച യോശുവയുടെ വാക്കിന് മുൻപിൽ സൂര്യചന്ദ്രാദികളെ ദൈവം നിലയ്ക്ക് നിർത്തിയിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് അശൂർ പാളയത്തിൽ 1,85,000 വെട്ടി വീഴ്ത്താൻ ദൈവം ദൂതനെ അയച്ചിട്ടുണ്ട്. ഏലിയാവിനെ പോഷിപ്പിക്കാൻ ദൈവം കാക്കച്ചൂണ്ടിൽ ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. സാധുവായ വിധവയെ ദൈവം വിഷയപരിഹാരത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിന് ഇവിടെ പെട്ടകത്തിന്റെ സാന്നിധ്യം വേണ്ട, വടിയുടെ മാധ്യമം വേണ്ട, യാതൊരു മീഡിയകളും വേണ്ട. ചൂളയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നേരിട്ടിറങ്ങുകയാണ്. പ്രാർത്ഥിക്കുന്ന നീ കടന്നു പോകുന്ന ചില പ്രത്യേക പ്രതിസന്ധികളിൽ നിന്നെ നീതീകരിപ്പാൻ നിന്റെ ദൈവം നേരിട്ടിറങ്ങേണ്ടി വന്നാൽ ഇറങ്ങാൻ ശക്തനാണ് എന്ന് തെളിയിക്കുന്ന അധ്യായമാണ് 3-ാം അധ്യായം. തന്ത്രങ്ങൾ ഒരുക്കി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ദൈവദാസനെ തകർക്കാൻ കരുക്കൾ നീക്കിയവർ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ദൈവം ന്യായാധിപനാണ് എന്ന് 3-ാം അധ്യായം തെളിയിക്കുകയാണ്. ഇനി 4-ാം അധ്യായത്തിലേക്ക് നോക്കുക. ദൈവം ഏൽപ്പിച്ചതാണ് ബാബിലോൺ സാമ്രാട്ടായ നെബൂഖദ്നേസറിന്റെ ഭരണം. പക്ഷെ അഹങ്കാരം, നിഗളം എന്ന പാപമില്ലേ, സകല രോഗങ്ങൾക്കും മൂലകാരണങ്ങളുണ്ട്. സകല പാപങ്ങൾക്കും മൂലപാപമുണ്ട്. സകല പാപങ്ങളുടെയും മൂലപാപമായ ഒരു തന്തപ്പാപമുണ്ട്. അത് നിഗളമാണ്. നെബൂഖദ്നേസറിനെ നിഗളം ബാധിച്ചപ്പോൾ കാളയെപ്പോലെ പുല്ല് തീറ്റിയത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. 4-ാം അധ്യായത്തിലും ദൈവ ന്യായാധിപൻ എന്ന് വ്യക്തമാക്കുകയാണ്. ഇനി 5-ാം അധ്യായത്തിലേക്ക് നോക്കൂ. ദൈവത്തിന്റെ കരം ഒരു ബെൽസസറിന്റെ കൊട്ടാര ഭിത്തിയുടെ മുൻപിൽ അവന്റെ പഴിയത്തക്ക വിധം ദൈവകോടതിയുടെ വിധിപ്പകർപ്പായി ഒരു കൈപ്പത്തി പ്രത്യക്ഷപ്പെട്ട് എഴുതുകയാണ്. അവിടെയും ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുകയാണ്. ഇനിയും 6-ാം അധ്യായത്തിലേക്ക് നോക്കൂ. ദാനിയേൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചു. തന്ത്രങ്ങൾ ഒരുക്കിയവർ അദ്ദേഹത്തിന് കണിവെച്ചതുകൊണ്ട് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് പദ്ധതികൾ ഒരുക്കി. എന്നാൽ അവസാനം രാജാവിന് പള്ളിമെത്തയിൽ ഉറക്കം നിഷേധിക്കപ്പെട്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന ഭക്തന് സിംഹഗുഹയിൽ ദൈവം ഉറക്കം കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിംഹമില്ലാഞ്ഞിട്ടല്ല, മുരണ്ടുകൊണ്ട് ചുറ്റുമുണ്ടെങ്കിലും ദൈവം അനുവദിച്ചെങ്കിലേ വാ തുറക്കൂ എന്നുള്ളത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ദൂത് മനസ്സിലാക്കുക, പ്രതികൂലമില്ലാഞ്ഞിട്ടല്ല. ആ പ്രതികൂലം നിന്നെ വിഴുങ്ങണമെങ്കിൽ ദൈവം അനുവദിക്കാതെ വായി തുറക്കാൻ പറ്റില്ലെന്ന് ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. വളരെ ഗൗരവമായി ഗ്രഹിക്കേണ്ടത്, അവസാനം തന്ത്രമൊരുക്കിയവർ സിംഹഗുഹയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ആ അധ്യായത്തിലും ദൈവം ന്യായാധിപനായി വെളിപ്പെടുകയാണ്. ഇനി 7-ാം അധ്യായത്തിലേക്ക് നോക്കൂ. ലോക ചരിത്രത്തിൽ ഉടലെടുത്തിട്ടുള്ള 4 മഹാസാമ്രാജ്യങ്ങളെ യഥാക്രമം വിശദീകരിച്ചുകൊണ്ട് ഓരോന്നിന്മേലും ദൈവത്തിന്റെ ന്യായവിധി. ബാബിലോൺ, മേദ്യപാർസ്യ, ഗ്രീസ്, റോം, എതിർ ക്രിസ്തുവിന്റെ ഭരണം, ഇങ്ങനെ ദൈവത്തിന്റെ ന്യായവിധിയുടെ ചിത്രം 7-ൽ നിറഞ്ഞു നിൽക്കുകയാണ്. 8-ാം അധ്യായത്തിലേക്ക് നോക്കൂ. ഗ്രീസിലേക്കും റോമിലേക്കും ദൈവത്തിന് ന്യായവിധി നീങ്ങുന്നത് പ്രാവചനീയ വിശദീകരണം നൽകുകയാണ്. 9-ാം അധ്യായത്തിലേക്ക് നോക്കൂ. 70 ആഴ്ചവട്ടത്തിന്റെ കണക്ക് നൽകിക്കൊണ്ട് ഇസ്രയേലിന്റെ പാപത്തിന്മേൽ ദൈവത്തിന് ന്യായവിധിയുടെ ചിത്രം അവിടെയും നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി 10-ാം അധ്യായത്തിലേക്ക് നോക്കൂ. ആകാശമേഖലയെ അടക്കി ഭരിച്ചുകൊണ്ട് ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന പാർസി പ്രഭുവിനെ വെട്ടിമാറ്റാൻ എന്റെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുമ്പോൾ അവിടെയും ദൈവം ന്യായാധിപനായി ഇറങ്ങുകയാണ്. ഇനി 11-ാം അധ്യായത്തിലേക്ക് നോക്കൂ. എതിർ ക്രിസ്തുവിന്റെ വംശാവലി പരമ്പര പട്ടികയാണ് അവിടെ. ആ എതിർ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ന്യായവിധി ചരിത്രത്തിൽ ഓരോരോ മേഖലകളിൽ നടക്കുകയാണ്. 12-ാം അധ്യായത്തിലേക്കോ പരിഹാസവും അപമാനവും വേദനയും മുറിവേൽപ്പിക്കലും ഒറ്റപ്പെടുത്തലും തന്ത്രപരമായ നീക്കങ്ങളും ഒക്കെ നടന്നെങ്കിലും
തന്റെ ഭക്തന് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് പറയാണ്, നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. എന്നാൽ അന്ത്യകാലഘട്ടത്തിൽ എന്റെ വിധി ഞാൻ ചരിത്രത്തിൽ നടത്തും. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, എന്റെ ദൈവം നീതിയുള്ള ന്യായാധിപനാണ്. അവന്റെ കരത്തെ തടയാൻ മനുഷ്യന്റെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ ന്യായവിധി ചരിത്രത്തിൽ നടക്കുകയാണ്. ഇവിടെ ഈ വാക്യം നിങ്ങൾ ഒന്ന് വിലയിരുത്തി പഠിക്കേണ്ടതിന് ഞാൻ ചില സെക്കൻഡുകൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈ വാക്യം ഒന്നുകൂടെ ഞാൻ ഉദ്ധരിക്കുന്നു. നാളെ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ന്യായവിധിയുടെ കാലം ഏതാണ്? ന്യായവിധിയുടെ സ്വഭാവം എന്താണ്? ന്യായവിധിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ന്യായവിധിയുടെ പരിണിത ഫലം എന്താണ്? ഈ 4 കാര്യങ്ങൾ അക്കമിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ ഭയപ്പെടത്തക്ക വിധം പശ്ചാത്തലം ഗ്രഹിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ഒരു പദപ്രയോഗം നിങ്ങളുടെ മുൻപിലേക്കൊന്ന് വെച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ സന്ദേശത്തിന് അവസാന കുത്തിടാം. ആ പദപ്രയോഗം ഇതാണ്. നിങ്ങൾ ദാനിയേൽ പ്രവചനം തുറക്കുക, 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിൽ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കൈകളിൽ ഏൽപ്പിച്ചു. ആ പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ നിങ്ങളുടെ പഠന ചിന്തയെ വേദപുസ്തകത്തിലെ ഏൽപ്പിച്ചു എന്ന പ്രയോഗത്തിന് പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടുള്ള ഒരു 2 പദപ്രയോഗങ്ങളിലേക്കൂടെ ക്ഷണിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ വേദപുസ്തകം തുറക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വന്ന് 2 രാജാക്കന്മാർ 24-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. 2 രാജാക്കന്മാർ 24-ന്റെ 2-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ കൽദയരുടെ പടക്കൂട്ടങ്ങളെയും അരാമ്യർ, മോവാബ്യർ, അമ്മോന്യർ എന്നിവരുടെ പടക്കൂട്ടങ്ങളെയും അവന്റെ നേരെ അയച്ചു. പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം യഹോവ അരുളി ചെയ്തിരുന്ന വചനപ്രകാരം അവൻ അവരെ യഹൂദയെ നശിപ്പിക്കത്തക്കവണ്ണം അതിന്റെ നേരെ അയച്ചു. ശ്രദ്ധിക്കുക പ്രയോഗം, ദൈവം അയച്ചു. അടുത്ത പ്രയോഗം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിക്കുക. 2 ദിനവൃത്താന്തം 36-ന്റെ 15. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ചു, അവന്റെ വാക്കുകളെ നിരസിച്ചു. ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തന്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. പ്രയോഗം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഞാൻ വിലയിരുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. 1-ാമത്തെ പ്രയോഗം അയച്ചു, 2-ാമത്തെ പ്രയോഗം വരുത്തി, 3-ാമത്തെ പ്രയോഗം ദാനിയേൽ 1-ന്റെ 1 ഏൽപ്പിച്ചു. ഒരിക്കൽ കൂടെ പറയാം. 1-ാമത്തെ പ്രയോഗം അയച്ചു, 2-ാമത്തെ പ്രയോഗം വരുത്തി, 3-ാമത്തെ പ്രയോഗം ഏൽപ്പിച്ചു. രാജാക്കന്മാരുടെ പുസ്തകം പറയുന്നു ദൈവം കൽദയ രാജാവിനെ അയച്ചു. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പറയുന്നു ദൈവം കൽദയ രാജാവിനെ വരുത്തി. സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പറയുന്നു ദൈവം കൽദയ രാജാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഈ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ തീയുടെ മുൻപിൽ മോശ നിന്ന സമയം ഭയത്തോടെ നിന്നതുപോലെ ഈ ദൂത് ശ്രദ്ധിക്കുക. ആരാണ് അയച്ചത്? ആരാണ് വരുത്തിയത്? ആരാണ് ഏൽപ്പിച്ചത്? ഈ കൊറോണ കാലഘട്ടം സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ആരാധനാലയങ്ങൾ അടഞ്ഞുകിടക്കുന്നു. ആത്മീയ ശുശ്രൂഷകൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ചുരുക്കം ചില ദൈവമക്കൾ ആത്മീയമായി ഉത്സാഹിപ്പിക്കപ്പെടുമ്പോൾ തന്നെ പിന്മാറ്റം പറന്നു പിടിക്കുന്നു. എന്നാൽ ഇതിന് നടുവിൽ പ്രതിസന്ധികളുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. വേദിയിൽ അഭിനയിക്കുന്ന ഒരു ചിത്രത്തിന്റെ പുറകിൽ ഒരു തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് പോലെ എന്റെ ദൈവത്തിന്റെ കരമാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്. ആ കരം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. ബാബിലോൺ സാമ്രാട്ടായ നെബൂഖദ്നേസറിന്റെ കായിക ബലമല്ല വിജയത്തിന്റെ പുറകിലെ കാരണം. ദൈവം അയച്ചതാണ്, ദൈവം വരുത്തിയതാണ്, ദൈവം ഏൽപ്പിച്ചതാണ്. 1.5 മൈൽ ആഴമുള്ള ചെങ്കടലിനെ
ഒരു കാട്ടുവടി കൊണ്ട് മുറിക്കാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ, 1,85,000 ഒറ്റ രാത്രി കൊണ്ട് വെട്ടിവീഴ്ത്താൻ ഒരു ദൂതനെ നിയോഗിക്കാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ, ഈ അഖിലാണ്ട കടാഹത്തെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് വിളിച്ചു വരുത്തിയ മഹാദൈവത്തിന് ഈ ജനത്തെ സംരക്ഷിക്കാൻ അറിയാഞ്ഞത് കൊണ്ടല്ല, പാപം എവിടെ ആധിപത്യം പുലർത്തിയാലും അതിന്റെ പരിണിത ഫലം ആ തലമുറ അനുഭവിക്കും. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ ചിന്ത ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ. ലോകരാഷ്ട്രങ്ങളുടെ ഭാവി ഗതികൾ ഏതു വിധത്തിൽ മുൻപോട്ട് പോയാലും ഒരു ദിവസം കൈതൊടാത്ത കല്ലിന്റെ പ്രത്യക്ഷതയിൽ ഇത് തച്ചുടയ്ക്കപ്പെടും. എന്നാൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, പാപത്തിന് വഴങ്ങാതെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ബാബിലോണിൽ 3 പേരെ ഉള്ളെങ്കിലും ദൈവം അവനെ നീതീകരിക്കാൻ ചരിത്രത്തിൽ എഴുന്നേൽക്കും. നീ കടന്നു പോകുന്ന പ്രതിസന്ധി സമാനതകൾ ഇല്ലാത്തതാണെങ്കിലും വേണ്ടി വന്നാൽ നിനക്ക് വേണ്ടി തീയിൽ അക്ഷരീയമായി അവൻ ഇറങ്ങി ഇടപെടും. ചരിത്രത്തിന്റെ പുറകിൽ മനുഷ്യന്റെ കരമല്ല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, മഹാദൈവത്തിന്റെ കരമാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ കൊറോണ കാലഘട്ടത്തിൽ ന്യായവിധിയുടെ കാലം, ന്യായവിധിയുടെ സ്വഭാവം, ന്യായവിധിയുടെ കാരണം, ന്യായവിധിയുടെ പരിണിത ഫലം. നാളെ നമുക്ക് ആ ചിന്തയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് കർത്തൃസന്നിധിയിൽ തലകളെ വണക്കാം. കർത്താവേ, നിന്റെ കരമാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ഭയത്തോടെ ഞങ്ങളുടെ പ്രവാസകാലം കഴിപ്പാൻ നിത്യതയുടെ വെളിച്ചത്തിൽ ഞങ്ങളുടെ മേൽ കൃപ പകരണമേ എന്ന് എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ ലൈവിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ത്രിയേക ദൈവത്താൽ അനുഗ്രഹിക്കുന്നു. ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവം അനുവദിക്കാതെ സംഭവങ്ങളൊന്നും ലോകത്തിലെത്തുകയില്ലെന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഗ്രഹിക്കുന്നു. ഭയത്തോടെ 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 ഞങ്ങളുടെ പ്രവാസകാലം കഴിക്കട്ടെ. ഇന്ന് രാത്രിയിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ, നിർമ്മലീകരിപ്പാൻ, ശോധന കഴിപ്പാൻ ഈ ദൂത് ചില പ്രിയപ്പെട്ടവരുടെ മേൽ സ്പർശനം ഉളവാക്കണമേ. നിന്റെ കരങ്ങളിൽ ഇവരെ കൈമാറുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന് സ്തോത്രം.